ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു. നമുക്ക് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോയുടെ കുഞ്ഞുമക്കൾക്കെല്ലാം സുഖമല്ലേ? ഈ നല്ല ദിവസം ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമുക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ നാം സ്തുതിച്ചു അല്ലേ? ദൈവം ഇല്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ചു എന്നും എപ്പോഴും ദൈവത്തിന് നാം നന്ദി പറയണമെന്നും നാം പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ് സിസ്റ്റർ പറഞ്ഞില്ലേ, 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതെന്ന്. എന്നാൽ ഒന്ന് ചോദിക്കട്ടെ, അത് നമുക്ക് എങ്ങനെ മനസ്സിലാകാനാകും? ഇതിനുത്തരം ബൈബിളിലുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ്. എല്ലാവരുടെയും വീട്ടിൽ ബൈബിളില്ലേ? എല്ലാവരും ബൈബിൾ കണ്ടിട്ടില്ലേ? എല്ലാവരുടെയും വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ബൈബിൾ വായിക്കാറില്ലേ? മക്കളായി നമുക്കുള്ള ദൈവത്തിൻ്റെ കത്താണ് ബൈബിൾ. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ബൈബിൾ പറയുന്നതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുകയാണ്. ബൈബിളിലെ ആദ്യ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അതിനു മുമ്പ് ഒരു കാര്യം, നാം ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ ആദ്യം തന്നെ ചുംബിക്കണം, ആദരപൂർവം കൈകളിലെടുക്കണം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവും ആയിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ 2ആയി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങളും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 3-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്ക് മധ്യേ വിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീകരങ്ങളായ ജലജന്തുക്കളെയും
കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം ഇവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു: ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും, കന്നുകാലികളെയും, ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ലോകത്തിന്റെ സൃഷ്ടി. ആരംഭത്തിൽ ഭൂമിയോ ആകാശമോ സമുദ്രമോ മൃഗങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവം അന്ധകാരത്തിൽ നിന്ന് കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. ഉടനെ വെളിച്ചമുണ്ടായി. അന്ധകാരം നീങ്ങി, എങ്ങും പ്രകാശമയമായി. നല്ലത്. ഈ നിമിഷം മുതൽ ഇരുളായിരിക്കുമ്പോൾ അതിനെ രാത്രിയെന്നും പ്രകാശമുള്ളപ്പോൾ അതിനെ പകലെന്നും വിളിക്കപ്പെടും. ഉഷസ്സായി, രാത്രിയുമുണ്ടായി. പിന്നീട് വീണ്ടും വെളിച്ചം പരന്നു. അതാകുന്നു പ്രഥമ സൃഷ്ടി. 2-ാമത്തെ ദിവസം ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. അതിന്മീതെ പരന്ന ആകാശവിതാനത്തെ ഉണ്ടാക്കി. തന്റെ സൃഷ്ടിയെ ദർശിച്ച് ദൈവം സന്തോഷിച്ചു. ഇതും നന്നായിരിക്കുന്നു. 2-ാം ദിവസവും അവസാനിച്ചു. അടുത്ത ദിവസം ദൈവം ഭൂമിയെ നോക്കി ചിന്തിച്ചു, ഭൂമിയിൽ ഇനിയും പല നന്മകൾ സൃഷ്ടിക്കേണ്ടതായുണ്ട്. അതിനാൽ വെള്ളത്തെ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. ഭൂമിയും സമുദ്രവും വേർതിരിച്ച ശേഷം ദൈവം സസ്യങ്ങളും ചെടികളും ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചു. മരങ്ങളെയും പൂക്കളെയും സൃഷ്ടിച്ചു. വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചുവന്നു. ഇതും വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ 3-ാം ദിവസം അവസാനിച്ചു. 4-ാം ദിവസം ദൈവം ഭൂമിയെ നോക്കി ആലോചിച്ചു, പകലിന്റെ വെളിച്ചത്തിന് ഒരു മാറ്റം കൂടി ആവശ്യമായിരിക്കുന്നു. മാത്രമല്ല, രാത്രിയും അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നു. അതിനാൽ പകലിൽ വെളിച്ചത്തിനായി ദൈവം ആകാശത്തിൽ സൂര്യനെ സൃഷ്ടിച്ചു. അതുപോലെ രാത്രിയെ പ്രകാശിപ്പിക്കുവാനായി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഇവയെ ഉണ്ടാക്കിയ ശേഷം ദൈവം മനോഹരമായ സൃഷ്ടിയെ നോക്കി രസിച്ചു. ഇത് അതിമനോഹരമായിരിക്കുന്നു. അടുത്ത ദിവസം ദൈവം ഒന്നിച്ചുകൂട്ടിയ സമുദ്രത്തിന്റെ മേൽ ശ്രദ്ധ പതിപ്പിച്ചു. ഈ വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ദൈവം കൽപ്പിച്ച ക്ഷണം തന്നെ അപ്രകാരം സംഭവിച്ചു. കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും കോടാനുകോടി ചെറുതും വലുതുമായ മത്സ്യങ്ങൾ സമുദ്രത്തിൽ നിറഞ്ഞു. തിമിംഗലങ്ങളും സമുദ്രത്തിൽ ജനിച്ചു. ദൈവം ആകാശത്തിൽ പറവജാതിയെയും സൃഷ്ടിച്ചു. ആകാശത്തിൽ അവ ചിറക് വിരിച്ചു പറന്നു. ആ, ഇത് വളരെ ഹൃദ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ ആ ദിവസത്തെ സൃഷ്ടി അവസാനിച്ചപ്പോൾ ആകാശം മുഴുവനും ഇരുണ്ടു. അതോടെ 5-ാം ദിവസവും അവസാനിച്ചു. 6-ാം ദിവസം ദൈവം ഭൂമിയിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. സിംഹം, പുലി, കരടി ഇവയെ ഉണ്ടാക്കി. മുയലുകൾ, ആടുകൾ, പശുക്കൾ ഇവയെയും ഉണ്ടാക്കി. ഭൂമിയിൽ ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ചു, ഉറുമ്പും വരയൻ കുതിരയും എല്ലാം. എങ്കിലും ഏതോ ഒന്ന് കുറവുണ്ടെന്ന് ദൈവത്തിന് തോന്നി. അങ്ങനെ താൻ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും അനുഭവിക്കുവാനും സന്തോഷിക്കുവാനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം താൻ സൃഷ്ടിച്ച സകലത്തെയും ദർശിച്ച് വളരെ സന്തോഷിച്ചു. 6 ദിവസം കൊണ്ട് ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. 7-ാം ദിവസത്തെ ദൈവം ശുദ്ധീകരിച്ച് വിശ്രമിച്ചു. വീഡിയോ കുഞ്ഞുമക്കൾക്കെല്ലാം ഇഷ്ടമായില്ലേ? ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇത്ര മനോഹരമായി നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത്. അതുകൊണ്ട് പൂക്കളെയും മരങ്ങളെയും കിളികളെയും സർവ്വ സൃഷ്ടിജാലങ്ങളെയും കാണുമ്പോൾ നാം ദൈവത്തിന് നന്ദി പറയണം. അതുമാത്രം പോരാ, ദൈവം സൃഷ്ടിച്ച പ്രകൃതിയെ നാം സംരക്ഷിക്കുകയും വേണം. തീർച്ചയായും വേണം, വേണ്ടേ? കാരണം അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും നാം നശിപ്പിക്കരുത്. കുഞ്ഞുങ്ങളെ,
ഇത്രയും നാൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവത്തിന് നാം നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്കിപ്പോൾ എല്ലാം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാവരും കൈകൾ കൂപ്പി സിസ്റ്റർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തനായ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളോടും ചേർന്ന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളോടും ചേർന്ന് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ആമേൻ. നമുക്ക് ഒരു പാട്ട് പാടാം. സർവശക്തനായ ദൈവം, സർവം സൃഷ്ടി ചെയ്ത ദൈവം, സൃഷ്ടിയെല്ലാം ദൈവദാനം മഹത്വപൂർണം. ദൈവം സർവശക്തനല്ലോ, സർവസൃഷ്ടിനാഥനല്ലോ, സൃഷ്ടലോകമൊന്നു ചേർന്ന് പാടി വാഴ്ത്തിടാം. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വതും സൃഷ്ടിച്ചു. ദൈവം എവിടെ നിന്നാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്? ദൈവം എല്ലാറ്റിനെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഇനി നമുക്കൊരുമിച്ച് ഒരു വചനം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1 1-ാം തിരുവചനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്ക് ഈ വചനം പഠിക്കാം. നമുക്കൊരുമിച്ച് പറയാം. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1 1-ാം തിരുവചനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കുഞ്ഞുങ്ങളെ, ഇനി നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 1. എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ആദിയിൽ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു? ആകാശവും ഭൂമിയും. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദൈവം എങ്ങനെയാണ് എല്ലാം സൃഷ്ടിച്ചത്? ഇല്ലായ്മയിൽ നിന്ന്. അതും ശരിയാണ്. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവം സർവശക്തനാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞ് നല്ല മക്കളായി നാം ജീവിക്കണം. അപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അങ്ങനെ ദൈവത്തിനും മാതാപിതാക്കൾക്കും മറ്റെല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല കുഞ്ഞുമക്കളായി നാം വളരണം. താങ്ക് യു ജീസസ്. God bless you all.